വലയിൽ വീഴരുത് സൈബർ ലോകത്തെ തട്ടിപ്പുകളുടെ വിശദാംശങ്ങളുമായുള്ള പ്രത്യേക പരമ്പര തുടരുകയാണ്. നമ്മൾ ഈ യാക്കോബായ സഭ നിരണം ഭദ്രാസനത്തിന്റെ മുൻ അധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് അടുത്ത കാലത്ത് ഒരു വെർച്വൽ അറസ്റ്റിന്റെ വാർത്തകൾ കേട്ടു തുടങ്ങിയത്. 15 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. 2 ദിവസമാണ് അദ്ദേഹത്തെ ഈ തട്ടിപ്പ് സംഘം മുൾമുനയിൽ നിർത്തിയത്. അത് പ്രത്യേക രീതിയിലാണ് അത് അരങ്ങേറുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജെറി അമൽദേവ് സംഗീത സംവിധായകൻ, അദ്ദേഹത്തെയും ഈ രീതിയിൽ തട്ടിച്ച് ഏതാണ്ട് 1.25 കോടി രൂപയോളം തട്ടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് കാര്യങ്ങൾ കുറിച്ച് കൊണ്ട് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. ഈ പലപ്പോഴും ഈ കൂർലോസിന്റെ കേസിലൊക്കെ പോലീസ് പറഞ്ഞത് ഈ പരാതി നൽകാൻ വൈകിയാൽ ഈ പണം ഇവർ പല അക്കൗണ്ടുകളിലേക്ക് തട്ടിച്ചെടുത്ത പണം പല അക്കൗണ്ടുകളിലേക്ക് മാറ്റും. തുടർന്ന് തിരികെ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. കൂർലോസിന്റെ വിഷയത്തിലും അത് സംഭവിച്ചു. അദ്ദേഹത്തിന് പണം നഷ്ടപ്പെട്ടു. പുതിയ കാലത്തെ തട്ടിപ്പ് രീതിയാണ് വെർച്വൽ അറസ്റ്റ്. നിരവധി പേരാണ് ഇതിനധികം ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകുന്നത്. പോലീസ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഇത് സംബന്ധിച്ച് നൽകി കഴിഞ്ഞു. എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നതെന്ന് പോലീസ് പുറത്തിറക്കിയ ഒരു വീഡിയോ കാണാം. ആ ദൃശ്യങ്ങളിലേക്ക്. Hello, Dr. Srikanth. Sir. I am ACP Dhanraj from Mumbai Police Narcotics. Sir. നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടല്ലേ താമസിക്കുന്നത്? അതെ സർ. എന്താ കാര്യം? നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഒരു പാഴ്സൽ വന്നത് ഞങ്ങളുടെ മുംബൈ നാർക്കോട്ടിക്സ് ടീം പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 500 ഗ്രാം MDMA കണ്ടെടുത്തിട്ടുണ്ട്. ഇല്ല സർ, എനിക്കങ്ങനെ ഒരു പാഴ്സൽ വന്നിട്ടില്ല. ലുക്ക് ഡോക്ടർ, പിന്നെ എങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടും? ഇതൊരു ഗൗരവമുള്ള കുറ്റമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സാർ, അതിന് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ. പ്ലീസ് ഷോ യുവർ ആധാർ ആൻഡ് പാൻ കാർഡ്. വി വാണ്ട് ടു വെരിഫൈ ദം. ഓക്കെ സർ. ഓക്കെ ഡോക്ടർ, നിങ്ങൾ ഇപ്പോൾ മുതൽ വിർച്വൽ അറസ്റ്റിലാണ്. റൂമിട്ട് പുറത്തു പോകരുത്, കോൾ കട്ട് ചെയ്യരുത്. ഓക്കെ സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. Then please wait. We want to contact NA Delhi headquarters. Don't cut the call. Good morning, sir. NA headquarters, Delhi. How can I help you? I am ACP Dhanraj from Mumbai Police Narcotics. I will give you an Aadhaar number 867146516271. Please check the Aadhaar and reply. Sir, please wait. Let me check. This other number was included in a case. The case number is 231/24. On Mr. Srikanth. PAN number is B1BP 7676 in Kerala State. Please specify the case. Some amount has been credited to his bank account through narcotic business. Oh, okay, thank you. ലുക്ക് ഡോക്ടർ, നിങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും പാഴ്സൽ വരികയോ നിങ്ങൾ കൈപ്പറ്റുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല സാർ. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും ഫണ്ട് വന്നിട്ടുണ്ടോ? ഇല്ല സാർ, ഇല്ല. ലുക്ക് ഡോക്ടർ, നിങ്ങളെ ആരോ ചതിച്ചതായി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. സാർ, എനിക്ക് 2 അക്കൗണ്ടുകളാണുള്ളത്. ഓക്കെ ഡോക്ടർ, അക്കൗണ്ടുകളിലെ ബാലൻസ് എമൗണ്ട് കൂടെ ഒന്ന് പറയൂ. സാർ, അത് ഒന്നില് 7 ലക്ഷവും ഒന്നില് 40 ലക്ഷം രൂപയാണുള്ളത് സാർ. ഓക്കെ ഡോക്ടർ, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിക്കാൻ ഞങ്ങൾ റിസർവ് ബാങ്കുമായി ബന്ധപ്പെടുകയാണ്. കോൾ കട്ട് ചെയ്യരുത്, റൂം വിട്ട് പുറത്തു പോകരുത്. ഓക്കെ? Hello, Reserve Bank Headquarters. I am ACP Dhanraj from Mumbai Police Narcotics. ഞങ്ങൾ നർക്കോട്ടിക് കേസിൽപ്പെട്ട ഒരാളെ വിർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ പരിശോധനയിൽ അയാൾ ഇന്നസെന്റ് ആണോ എന്നൊരു സംശയമുണ്ട്. അയാളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ച് അതിൽ സസ്പീഷ്യസ് ആയി എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാമോ? അയാളുടെ അക്കൗണ്ട് ബാലൻസ് റിസർവ് ബാങ്കിന്റെ വെരിഫിക്കേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഞങ്ങൾ പരിശോധിച്ച് അറിയിക്കാം. ഓക്കെ. ഡോക്ടർ ശ്രീകാന്ത്, നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്തതിന് സമ്മതമാണോ, അതോ വിർച്വൽ അറസ്റ്റിൽ തുടരണമോ? ഓക്കെ സാർ, ക്യാരി ഓൺ വിത്ത് വെരിഫിക്കേഷൻ. ഓക്കെ, എങ്കിൽ റിസർവ് ബാങ്കിന്റെ 2171726173 എന്ന അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ബാലൻസ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യൂ. ഓക്കെ സാർ, ചെയ്യാം. ആയിട്ടുണ്ട് സാർ.
നമസ്കാരം. നിങ്ങളുടെ പേരിൽ ഡ്രഗ്സിന്റെ പാർസൽ വന്നിട്ടുണ്ടെന്നും നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്നും ഇതുപോലത്തെ സൈബർ ക്രൈം തട്ടിപ്പുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കുക. വെർച്വൽ അറസ്റ്റ് എന്ന് യാതൊരു നിയമസാധുതയില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കേസ് ഒഴിവാക്കാൻ വേണ്ടി ഒരു തുകയും ആർക്കും അയച്ചു നൽകരുത്. യാതൊരു പേഴ്സണൽ വിവരങ്ങളും അന്യരോട് പങ്കിടരുത്. സംശയകരമായ ഫോൺ കോൾ ലഭിച്ചാൽ നിസ്സാരമായി കാണരുത്. ഉടനെ 1930 വിളിച്ച് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുക. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. ജാഗ്രത പാലിക്കുക. അതാണ് നമ്മളിപ്പോൾ കണ്ട വീഡിയോ. അത് കേരള പോലീസ് പുറത്തിറക്കിയ വീഡിയോ ആണ്. നമ്മുടെ ഈ മാർക്ക് കൂർലോസുമായി ബന്ധപ്പെട്ടും ആദ്യം CBIയിൽ നിന്നാണ് എന്ന് പറഞ്ഞ് മുംബൈയിൽ സൈബർ എന്ന ഒരു കോളർ ഐഡിയിൽ കോൾ വന്നു. മുംബൈ സ്വദേശി നരേഷ് ഗോഗൽ എന്നയാളാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. കള്ളപ്പണ കേസിൽ അദ്ദേഹം പ്രതിയാണ് എന്ന് പറഞ്ഞു. തുടർന്ന് വ്യാജരേഖകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി അടിയന്തരമായി മുംബൈയിൽ വരണം എന്നാവശ്യപ്പെട്ടു. മുംബൈയിൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നും അതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്നും തെറ്റിദ്ധരിപ്പിച്ചു. അതേസമയം അതിനുശേഷം അദ്ദേഹത്തോട് CBI ഉദ്യോഗസ്ഥരുടെ അന്വേഷണമുണ്ടെന്ന് പറയുന്നു. തുടർന്ന് താങ്കൾ ഡിജിറ്റൽ കസ്റ്റഡിയിലാണ്, വെർച്വൽ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. രാത്രി രണ്ടിന് ഒരു ദിവസം രാത്രി 10:30 വരെ, അതായത് രാവിലെ മുതൽ രാത്രി 10:30 വരെ ഈ മാർക്ക് കൂർലോസിനെ ചോദ്യം ചെയ്യുകയാണ്. അതിനുശേഷം ഇങ്ങനെ പണം ഭീഷണിപ്പെടുത്തി ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുകയാണ്. ഇതാണ് ഈ സൈബർ തട്ടിപ്പിന്റെ പുതിയ രീതി, വെർച്വൽ അറസ്റ്റ്. ഇതിപ്പോൾ പലപ്പോഴും പല ആളുകളും നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞ് ഇത്തരം വിളികൾ അങ്ങനെ വിളിക്കുന്ന ആളുകളിൽ നിന്ന് ഒഴിവായി തുടങ്ങിയിട്ടുണ്ട്. അവർക്കൊരു അവബോധമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ചില തട്ടിപ്പുകൾ പല തലങ്ങളിൽ നടക്കുന്ന പശ്ചാത്തലമുണ്ട്. വിനോദ്, ഈ